67-ാമത്തെ ശ്ലോകമാണ്. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവാമി വാംഭസീം. വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്ന മനസ്സ് വെള്ളത്തിൽ തോണിയെ കാറ്റുന്ന പോലെ ഇവന്റെ വിവേകത്തെ വലിച്ചുകൊണ്ട് പൊയ്ക്കളയുന്നു. അമരക്കാരനില്ലാതെ കടലിൽ നീങ്ങുന്ന വഞ്ചിയെ കൊടുങ്കാറ്റ് നിശ്ചിത മാർഗത്തിൽ നിന്ന് അടിച്ചു തെറിപ്പിച്ച് ലക്ഷ്യത്തിലെത്താൻ അനുവദിക്കാതെ മുക്കിക്കളയും. ആത്മസംയമനമില്ലാത്ത സാധകന്റെ ഗതിയും ഇത് തന്നെ. വിഷയങ്ങൾക്ക് പിന്നാലെ പായുന്ന ഇന്ദ്രിയങ്ങളുടെ കൂടെ മനസ്സും ഓടാൻ തുടങ്ങിയാൽ വിവേകവും ആത്മജ്ഞാന അഭിനിവേശവും ഒക്കെ ഇല്ലാതാവും. സാധകൻ യോഗമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ഭോഗമാർഗത്തിൽ ഉഴന്ന് നശിക്കും. ഇന്ദ്രിയ നിയന്ത്രണം വഴിക്ക് മാത്രമേ ജീവിത വിജയം കൈവരിക്കാനാവൂ എന്ന് താല്പര്യം. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ദ്രിയ, നേരത്തെ കഴിഞ്ഞ ഇതിലും പറഞ്ഞ ഇത് തന്നെ, ഈ ഇന്ദ്രിയ സംയമനം, ആത്മസംയമനം എന്ന് വെച്ചാൽ ഇന്ദ്രിയ സംയമനവും മനസ്സംയമനവും ഇതിനോട് ചേർന്നതാണ് ആത്മസംയമനം. ആത്മസംയമനം പാലിക്കാത്ത ഒരാൾക്ക് ജീവിതത്തിൽ സ്വസ്ഥത കാണത്തില്ല, ജീവിതം നാശത്തിലോട്ട് പോകും, ഈശ്വരൻ അകന്നു പോകും. അതിൻ്റെ ഇത് പറയുക എങ്ങനെയാണ് നമ്മൾ ഇന്ദ്രിയ സംയമനം ഇല്ലാത്തവനാ ഒരു കടലിൽ കിടക്കുന്ന ഒരു തോണി, അമരക്കാരനില്ലാത്ത ആരും ഇല്ലാത്ത ഒരു തോണി കാറ്റ് അടിച്ചങ്ങ് കൊണ്ടുപോകും. അത് എവിടെയെങ്കിലും പോയി അതിനെ മുക്കിക്കളയും എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ആ വിവേകം നമ്മൾ ഇതിനനുസരിച്ച് പോയില്ലെങ്കിൽ ഈ നമുക്ക് ഈ ഈഗോ എന്നുള്ള നമ്മുടെ ആ വികാര മനസ്സ്, ഈഗോയും ചേർത്തിട്ട് നമ്മളെ ഓരോ പ്രശ്നത്തിൻ്റെയും അങ്ങ് വലിച്ചുകൊണ്ട് പോയി നമ്മൾ ഓരോന്നും ചെയ്തു കൂട്ടി ജീവിതം നാശമാക്കി വെക്കും. നീ നശിച്ചു പോകും, നീ നമ്മൾ ജീവിതം ഉപേക്ഷിക്കും, ചില സൂയിസൈഡ് ചെയ്യും, ഇല്ലെങ്കിലോ ജീവിതം ഫുള്ളായിട്ട് നരകതുല്യമാകും നമ്മൾ ഈ ആത്മസംയമനം പാലിക്കാത്ത ഒരാൾക്ക്. കാരണം നമ്മൾ മനുഷ്യരാകുമ്പോൾ ഈ ക്ഷമയും ഇന്നത്തെ കാലത്ത് ആർക്കും ക്ഷമയും സഹന ശക്തിയും ഒന്നുമില്ല തന്നെയല്ല. അപ്പോൾ അതാ പറയുക, ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നേരിടാൻ തുടങ്ങും. ഇപ്പം ഈ ഇന്ദ്രിയ സംയമനം ഇല്ലാത്തവൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. കടലിൽ കിടക്കുന്ന അമരക്കാരനില്ലാത്ത ഒരു ആളില്ലാത്ത ഒരു വഞ്ചി കാറ്റത്ത് എങ്ങനെ ആയിരിക്കും? ആ കാറ്റടിക്കുന്ന ദിശയിലോട്ട് അത് പോയി എവിടെയെങ്കിലും പോയി അത് മുങ്ങിപ്പോവും എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ഈ നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അറിയാതെ ഈ വിഷയങ്ങളിൽ എനിക്കുള്ള വിഷയങ്ങൾ ചെന്ന എൻ്റെ ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ 5 ഇന്ദ്രിയങ്ങളിലൂടെ വരുന്നതാ. കേൾവി, കാണുന്നത്, രുചിക്കുന്നത്, മണക്കുന്നത്, സ്പർശിക്കുന്നത്, ഇതെല്ലാം ഞാൻ കാണുന്നത്, കേൾക്കുന്നത്. നമ്മൾ ഈ പലതും നമ്മൾ കാണുന്നു, നമുക്ക് ഇഷ്ടമില്ലാത്തത് അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മൾ ഇഷ്ടമില്ലാത്തത് കേൾക്കുന്നു, നമ്മൾ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം പ്രതികരിച്ച് പ്രശ്നങ്ങളാക്കി നമ്മുടെ ജീവിതം നരകതുല്യമായി മാറുക. അപ്പം വിവേകമില്ലാതെ ഈ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ വിവേകത്തിൽ കാര്യങ്ങളെ കാണുമ്പോൾ നമുക്കധികം പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. നമ്മുടെ ആ ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാത്തതിൻ്റെ ഒരു കാര്യമായത്. ഈ ഇന്ദ്രിയ നിഗ്രഹം എങ്ങനെ ഉണ്ടാവും? നമ്മൾ ചുമ്മാ മനഃപൂർവ്വം ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് നമ്മൾ ഈ പാരമാർത്ഥിക സത്യങ്ങളെ എല്ലാം നിരന്തരം ചിന്തിക്കുമ്പോൾ എനിക്ക് ആ ഗുണങ്ങളെല്ലാം വന്നു തുടങ്ങും. അല്ലെങ്കിലോ ഇതിൻ്റെയൊക്കെ പുറകെ ഞാനിങ്ങനെ പോയി ആത്മസംയമനം പരിശീലിച്ചില്ലെങ്കിൽ ജീവിതം നരകതുല്യമായിരിക്കും, സ്വസ്ഥത കാണത്തില്ല. അതാ നാശം എന്ന് പറയുന്നത്. ദുരിതമായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ ജന്മങ്ങളെ കൂട്ടിക്കൊണ്ടിരിക്കും, നരകതുല്യമാത്. അതേസമയത്ത് ഇതിൽ നിന്ന് എനിക്ക് ഉയർച്ച വേണമെങ്കിലോ ഈശ്വരനോട് അടുക്കണമെന്നുണ്ടെങ്കിലോ ഞാൻ വിവേകമാർഗത്തിൽ, ഇപ്പം വികാരത്തിന് അടിമപ്പെട്ട് പോകാതെ വിവേകത്തിൽ ജീവിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുക ഇവിടെ. തസ്മാദസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശം ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാം. ഹേ വീരനായ അർജുന, അതുകൊണ്ട് ആരുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായ നിയന്ത്രണങ്ങളാണോ അയാളുടെ പ്രതിജ്ഞയല്ല പ്രജ്ഞ, അയാളുടെ പ്രജ്ഞ സ്ഥിരമത്രേ. പ്രജ്ഞ എന്നുള്ളത് തെറ്റാ, അക്ഷര തെറ്റാ. നമ്മുടെ തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ അതിലെ യുക്തി ആദ്യം അവരെ ധരിപ്പിക്കേണ്ടതുണ്ട്. യുക്തികൾ വെളിപ്പെടുത്തിയ ശേഷം അവയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചുകൊള്ളും. ഈ രീതിയാണ് ഗീതാചാര്യൻ ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്ദ്രിയ നിഗ്രഹമില്ലെങ്കിൽ വരുന്ന ദോഷത്തെ മുൻ ശ്ലോകങ്ങളിൽ വ്യക്തമാക്കി. അതിൻ്റെ വെളിച്ചത്തിൽ കൃഷ്ണൻ സ്വാഭിപ്രായം പറയുന്നു. ആത്മനിയന്ത്രണമാണ് ജീവിതത്തെ ഉദാത്തമാക്കുന്നത്. കണ്ണീരും തേങ്ങലുകളും നിറഞ്ഞ ഒരു ജീവിതമേ വേണ്ടൂ എങ്കിൽ ആത്മനിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല.
ധന്യജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ആത്മനിയന്ത്രണം കൂടിയേ കഴിയൂ. വിഷയങ്ങളിൽ അലഞ്ഞു തിരിയാൻ അനുവദിക്കാതെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് സ്വാധീനത്തിൽ നിർത്താൻ കഴിയുന്നവനത്രേ ബ്രഹ്മനിഷ്ഠ. ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണ ശക്തിയെ നശിപ്പിച്ച് ജീവിത സൗഭാഗ്യങ്ങളൊന്നും അനുവദിക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥ സ്വയം കൈവരിക്കുക എന്നല്ല ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവയ്ക്ക് അടിമപ്പെടാതെ സ്വതന്ത്രമായി വർത്തിക്കാൻ കഴിയണം. ഭോഗി ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ യോഗി അവയെ സ്വന്തം അടിമകളെ പോലെ സ്വാധീനത്തിൽ നിർത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, നമ്മുടെ തന്നെ വാസനയുടെ അടിമകളാണ് നമ്മൾ. എനിക്കിതില്ലാതെ ഒക്കത്തില്ല. നമ്മൾ ഈ ഒരു മനോഭാവമാണ് നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എനിക്കിങ്ങനെ ഒക്കത്തുള്ളൂ, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മാലിന്യമാണ്. ഇതിനെ ഞാൻ മഹത്തായിട്ട് കണ്ടിട്ടേയോ, എൻ്റെ ഇഷ്ടങ്ങൾ വളരെ മഹത്തായ ഇഷ്ടങ്ങളാണ്. നമ്മൾ ഈ ഇഷ്ടത്തിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക, ഇതെന്നെ നാശത്തിലോട്ടേ കൊണ്ടുപോകത്തുള്ളൂ. ഈ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവർ പെരുമാറണം, ഇതിനനുസരിച്ചായിരിക്കണം എല്ലാവരും. നമ്മുടെ ചുറ്റുപാടും എല്ലാം എൻ്റെ ഇഷ്ടം പോലെ ഇരിക്കണം. അതങ്ങനെ നടക്കുന്ന കാര്യമാണോ? അപ്പം നമ്മൾ എൻ്റെ ഇഷ്ടമല്ലെങ്കിലോ നമ്മൾ വികാരത്തിൽ പ്രതികരിക്കാൻ തുടങ്ങും. ഇതാണ് നമുക്കുള്ള പ്രശ്നം. അപ്പം നമ്മൾ ഈ ഇഷ്ടാനിഷ്ടങ്ങളിൽ കടിച്ചു തൂങ്ങാതെ വിവേകത്തിന് പക്ഷേ അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അതും പറ്റത്തില്ല. അപ്പോൾ ആ വിവേകത്തിൽ നിലകൊള്ളുമ്പോഴാണ് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിലോ അത് ഈ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. സൊല്യൂഷൻ ഉണ്ടാകുന്നതിന് പകരം പ്രശ്നങ്ങളെ കൂട്ടിക്കൂട്ടി. അതിനൊരു എക്സാമ്പിൾ അല്ലേ നമ്മളൊരു കള്ളം പറയുന്നു. സത്യം പറയുന്നതിന് പകരം കള്ളം പറഞ്ഞാലോ ആ കള്ളത്തിനെ നിലനിർത്താൻ വേണ്ടി എത്രയോ കള്ളങ്ങൾ പറയേണ്ടി വരുന്നു എന്ന് പറയുന്ന പോലെ, നമ്മൾ ഒരു വികാരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിനെ ചെയ്യാൻ വേറെ പലതും ചെയ്ത് കൂട്ടേണ്ടി വരുന്നു. ഇപ്പം നമ്മളിതിനെ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. റെസ്പോണ്ട് വെച്ചാൽ വിവേകത്തിൽ പ്രതികരിക്കുന്നതിനെ റെസ്പോണ്ട് എന്ന് പറയുന്നത്. വികാരത്തിനനുസരിച്ച് പോയി കഴിഞ്ഞാലോ ഞാൻ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അടിമപ്പെട്ട് പോവുകയാണെന്നർത്ഥം. ഇപ്പം നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതോ നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അടിമകളാണ്. നമുക്ക് മാറി ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഈ ഇഷ്ടം എങ്ങനെ മാറണം? എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് മാറി ചെയ്യാൻ ഏതാ എന്നെ ഡ്രൈവ് ചെയ്യുന്നേ? ഞാൻ ഒരു ശരീരമല്ല, ഈ വാസനകൾ അഴുക്കാണെന്നും എൻ്റെ കർമ്മഫലമാണെന്നും ഈ കർമ്മഫലം ഞാൻ എങ്ങനെ കർമ്മം ചെയ്താൽ കർമ്മഫലത്തിനെ മാറ്റാം. ഈ കർമ്മഫലത്തിനെ കർമ്മത്തിൽ കൂടെ വേണം മാറ്റാൻ. അപ്പൊ ഈ എൻ്റെ ആഗ്രഹങ്ങൾ, കർമ്മഫലം എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളാണ്. ഈ കർമ്മഫലത്തിനെ എങ്ങനെ മാറ്റാം? കർമ്മത്തിൽ കൂടെ തന്നെ വേണം. എങ്ങനെ കർമ്മം ചെയ്താൽ മാറും? വികാരത്തിന് അടിമപ്പെട്ട് കർമ്മം ചെയ്താൽ എൻ്റെ കർമ്മഫലം കൂടത്തേ ഉള്ളൂ, ജന്മങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും. ഈ ആഗ്രഹങ്ങളെ, അതായത് എൻ്റെ വാസനാ കർമ്മങ്ങളെ ഞാൻ വിവേകത്തിൽ ചെയ്താൽ, ആത്മസംയമനത്തിൽ ചെയ്താൽ, ആത്മസംയമനത്തിൽ വിവേകമാണ്. അത് മൂല്യാധിഷ്ഠിതമാണ്. അത് എല്ലാം ഒരു വാല്യൂസിലാണല്ല. അതിന് ക്ഷമയുണ്ട്, സഹനശക്തി. ഈ രണ്ട് ക്വാളിറ്റി നമുക്കില്ല. ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള നമുക്ക് ആ ത്രാണിയില്ല. അതുണ്ടെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. നമ്മൾ എല്ലാത്തിനും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, വിഷമം വരും, നിരാശ വരും. നമ്മൾ വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ഈ ആറ്റിറ്റ്യൂഡ് മാറണം. എങ്ങനെ ചുമ്മാ മാറുമോ? നമ്മൾ ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ പഠിക്കണം. ഇതെന്തുകൊണ്ടായി നമ്മൾ ഈ ഇതിരിക്കുന്നത്? നമ്മൾ വേറൊരു പാരമാർത്ഥിക സത്യങ്ങളെ അറിയുന്നില്ല. നമ്മൾ ഈ ഭ്രമത്തിലുള്ള കാര്യങ്ങളെ അറിയുന്നത്. വ്യാവഹാരിക സത്യം ഒരു ഭ്രമമാണ്. ഞാൻ ഈ ശരീരം കൊണ്ട് വിവരിക്കുന്നതെല്ലാം കാരണം സൂര്യൻ കിഴക്ക് ഉദിക്കുന്നില്ല, പടിഞ്ഞാറ് അസ്തമിക്കുന്നില്ല. പക്ഷെ എൻ്റെ അനുഭവം എന്തുവാ? സത്യം എന്താ? സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. പക്ഷെ എൻ്റെ അനുഭവം എന്താ? ഈ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതാണ്. പക്ഷേ സത്യം ഞാൻ മനസ്സിലാക്കുന്നല്ലോ. സൂര്യൻ എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തെല്ലാം ഈ വ്യാവഹാരികതയിൽ നമ്മൾ എന്തെല്ലാം കാണുമ്പോഴും ഇതൊന്നും കാര്യമില്ല. സത്യം ഇതാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ വികാരത്തിന് അടിമപ്പെട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം. നമ്മൾ വിവേകത്തിൽ നമുക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ വിവേകത്തിൽ പ്രതികരിക്കാൻ തുടങ്ങണം. വികാരത്തിൽ പ്രതികരിക്കാതെ ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ നമ്മൾ ഒഴിഞ്ഞു മാറും. പലതിനെയും നമ്മൾ അവോയ്ഡ് ചെയ്യും, ഒഴിഞ്ഞു മാറും നമ്മൾ. അതും പാടില്ല. എല്ലാത്തിനെയും നമ്മൾ അഭിമുഖീകരിക്കണം, ബോൾഡായിട്ട് അഭിമുഖീകരിക്കണം. അതിനെങ്ങനെ? വിവേകത്തിൽ. അതിന് ക്ഷമയും സഹനശക്തിയും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ പ്രതികരണം എല്ലാം മൂല്യത്തിൽ അധിഷ്ഠിതമായി ഓരോന്നിനും ഉണ്ട്. നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം ആ രീതിയിലോട്ട് തുടങ്ങും.
അപ്പൊ നമുക്ക് പലതിനെയും നമുക്ക് ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാൻ പറ്റും. ഇത് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് ഭയമാ, അയ്യോ എന്ത് സംഭവിക്കും, ഏത് നമ്മൾ നമ്മൾ മരണം വരെ നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ. നമ്മൾ എന്ത് ചെയ്യും, അയ്യോ എന്തായിപ്പോ, നമുക്കങ്ങ് ഭയമാ ആവശ്യമില്ലാത്ത. പാസ്റ്റിനെ ഓർത്തുക്കുമ്പോഴോ ദുഃഖം, എനിക്കിതെല്ലാം വന്നിരിക്കുന്നു, പക്ഷെ എന്തെല്ലാം ഞാൻ അനുഭവിച്ചു ജീവിതത്തിൽ. ദുഃഖമാണ്, ഒരു സൈഡിൽ ദുഃഖം, ഒരു സൈഡിലോ ഭയം. ഈ രണ്ടിലും അടിമപ്പെട്ട് നമ്മൾ പോവാ. ഇതെല്ലാം രണ്ടും അടിമപ്പെട്ട് പോകുന്നതിന് കാരണം എന്താ? ഈ ഇന്ദ്രിയ സുഖത്തിൽ ഞാൻ അറ്റാച്ച്ഡ്, എന്തും വരട്ടെ, ഞാൻ മരിക്കുന്നവരെ ഇവിടെ ജീവിക്കും. അതെങ്ങനെ ജീവിക്കും? സ്വസ്ഥമായി സമാധാനത്തിൽ ജീവിക്കും. അത് നമ്മൾ എടുക്കണം തീരുമാനം. അത് എങ്ങനെ എടുക്കും? ചുമ്മാ എടുത്താൽ മതിയോ? നമ്മൾ ഈ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിരന്തരം ചിന്തിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഞാൻ ഈ ശരീരമല്ലെന്നും ഇതൊക്കെ മാറ്റമുള്ളതാണെന്നും ഞാൻ ഇതിനെ അടിമപ്പെട്ട്, എൻ്റെ വാസനയ്ക്ക് അടിമപ്പെട്ട്, അത് എത്ര നല്ല ശ്രേഷ്ഠമായ വാസനയായാലും ഇതൊരു മാലിന്യമാണെന്ന് തിരിച്ചറിയണം. ഈ വാസനാകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ എനിക്ക് എത്തിച്ചേരേണ്ട ഈശ്വരനാണെന്നുള്ള. പക്ഷെ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ അറിവോ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയി തീരണം. സ്വസ്ഥമായിരുന്നു സമാനത്തെ, അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ജീവിതം അങ്ങ് തീരണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. ഇതാ നമ്മുടെ ആഗ്രഹം. നമ്മൾ ഈശ്വരനോട്ട് പോകണമെന്നായിട്ട് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല. ഈശ്വരനോട് നമ്മൾ പോയി പറയുകയാണ്, ഇന്നതൊക്കെ എനിക്ക് സാധിച്ചു തരണം. നമ്മൾ ഈശ്വരനെ കാണുന്നത് എങ്ങനെയാ? എൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ഒരു ശക്തിയായിട്ടാ. നമ്മളെല്ലാവരും ഗുരുവായൂർ പോയി തൊഴുന്നുണ്ട്. ഈ ഗുരുവായൂർ പോയി തൊഴുതുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നീ അതൊന്നും പോയി കേട്ടിട്ട് വാ. എനിക്ക് പല കാര്യങ്ങളും അങ്ങോട്ട് പറയാനുണ്ട്, അത് കേട്ടാൽ മതി. എനിക്ക് കൃഷ്ണൻ പറയുന്നൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്ക്, എൻ്റെ കാര്യങ്ങൾ സാധിച്ച നമ്മൾ അവിടെ പോയി യാചിക്കുക. അപ്പം ഈ ഗുരുവായൂരിൽ പോയിട്ട് വന്നതിൻ്റെ ഇതെന്തുവാ, അതിൻ്റെ ഫലം എന്താ? ഗുരുവായൂർ പോയിട്ട് വന്നതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞ ആരെങ്കിലും ഈ സത്യം അറിയുന്നതിന് ശേഷവും അറിയുന്നതിന് മുമ്പും ഇതിലൊരാൾക്ക് അറിയാവത്? എനിക്കറിയാം. എത്തിക്കഴിഞ്ഞോ? റൂമിൽ വന്നോ? എവിടെ പോകാനൊരു അവസരം കിട്ടിയാൽ പോകും. പോയിട്ട് വരും. വേറെ ഒന്നും പ്രാർത്ഥിച്ചൊന്നും നേടാനൊന്നും അല്ല, പക്ഷെ എന്തോ അവിടുത്തെ ഒരു എന്ത് വേണമെന്ന് അറിഞ്ഞൂടാ, ഒരു പോസിറ്റിവിറ്റി കൊണ്ടായിരിക്കും പോകുന്നത്. അവിടെ പോയ ഒരു സ്വസ്ഥത കിട്ടുന്നുണ്ട്, ഒരു പോസിറ്റീവ്. നമ്മൾ വേറെ ഒന്നും ഓർക്കുന്നില്ല അപ്പൊ. അതെല്ലാം ബാക്കിയെല്ലാം നമ്മൾ മറന്നു ഇരിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പം അത് നമുക്ക് ബാക്കി സമയത്ത് കിട്ടത്തില്ലാത്തോണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അതാ നമ്മൾ ഈ കൃഷ്ണൻ പറഞ്ഞതിനെ ഗ്രഹിക്കാതെ, ഗ്രഹിച്ചാൽ എനിക്ക് ആ മനസ്ഥിതി ഇപ്പൊ അവിടെ പോയി നിൽക്കാതെയും എനിക്ക് വീട്ടിലിരുന്നു എനിക്ക് ആ സ്വസ്ഥത, എനിക്ക് ഒന്നും അറിയാത്ത ഒന്നും ചിന്തിക്കാത്ത ഒരു അവസ്ഥ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. ഇതാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. നമ്മൾ എപ്പോഴും ഓടിപ്പിടിച്ച ഗുരുവായൂർ പോരേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മുടെ തന്നിരിക്കുകയല്ലയോ കൃഷ്ണൻ എല്ലാം. ഇതിനെ ഗ്രഹിച്ചാൽ എനിക്ക് ഇവിടെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാമെങ്കിൽ നമ്മൾ എന്തിനാ ഇങ്ങനെ തേടി അലയുന്നേ? എനിക്ക് അവിടെ പോയാലേ സ്വസ്ഥത കിട്ടത്തുള്ളൂ പറഞ്ഞാൽ അതൊരു, കൃഷ്ണൻ എന്തോ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ ഉള്ളിൽ ഞാനുണ്ട്. എൻ്റെ ഉള്ളിലെ കൃഷ്ണനെ കാണാതെ, ഗുരുവായൂർ അമ്പലത്തിലിരിക്കുന്ന കൃഷ്ണനെ കാണാൻ നമ്മൾ പോയിട്ട് എന്താ ഫലം? അതൊരു അന്യഭക്തിയല്ലേ? നമുക്ക് കൃഷ്ണൻ ഇതിനകത്ത് പറയുന്നുണ്ട്, അനന്യഭക്തി, അന്യമല്ലാത്ത ഭക്തി. നമ്മളിപ്പോ അന്യഭക്തിയിലിരിക്കുക. എന്നിൽ നിന്നും കൃഷ്ണൻ വെളിയിലാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ചൈതന്യമാണ്, ഈശ്വരന്റെ അംശമാണ്, ഡിവൈൻ പവറാണ്. കൃഷ്ണൻ ഒരു പവറാണ്. ഈ കൃഷ്ണൻ ജനിച്ചപ്പോഴേ കൃഷ്ണന്റെ അച്ഛൻ്റെയും അമ്മയോടും പറഞ്ഞു, നിങ്ങളുടെ മകനായി ഞാൻ ജനിച്ചെങ്കിലും നിങ്ങൾ എന്നെ തത്വത്തിൽ കാണണം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു തത്വമാ, ഒരു പ്രിൻസിപ്പിളാ. അതിനെ നമ്മൾ ഗ്രഹിക്കാതെ ഏതോ ഒരു ഈശ്വരൻ എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേക്ക് എന്തൊരു മണ്ടത്തരവാത്. ഈ രക്ഷിക്കുന്ന എൻ്റെ തന്നെ കർമ്മങ്ങളാണ്. ഞാൻ ധർമ്മത്തിലാണെങ്കിൽ, ഞാൻ ധർമ്മത്തിൽ കർമ്മം ചെയ്താൽ ആ ധർമ്മം എന്നെ പ്രൊട്ടക്ട് ചെയ്യും. എത്രയോ കേസ് സ്റ്റഡീസ് ഉണ്ട് ഇതിന് വേണ്ടി. ഞാൻ ധർമ്മത്തിലാണെങ്കിൽ, ധർമ്മം എന്ന് വെച്ചാൽ എന്താ? ഞാൻ വികാരത്തിൽ അടിമപ്പെടാതെ വിവേകത്തിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ സദാസമയം. നമ്മളിപ്പോ എങ്ങനെ ചിന്തിക്കുന്നേ? സദാസമയവും വികാരത്തില. ശരീരത്തിനോട് ചേർന്നിരിക്കുന്നത് ഈ മനസ്സാ, വികാര ചിന്തകളാ, എമോഷണൽ മൈൻഡാണ് നമുക്ക്. നമ്മൾ എമോഷൻസ് ആവും പെട്ടെന്ന്. നമുക്ക് വിഷമം വരും, അല്ലെങ്കിൽ സന്തോഷം വരും, അല്ലെങ്കിൽ ദുഃഖം വരും, അല്ലെങ്കിൽ അസൂയ വരും, അല്ലെങ്കിൽ നിരാശ വരും. നമുക്ക് ഇങ്ങനെ പല പല വികാരങ്ങളാ.
ഈ വികാരത്തിനെയൊക്കെ നമ്മളെ അതിജീവിക്കണം എന്നുണ്ടെങ്കിലോ, ഇതിനെ സപ്രസ് ചെയ്യാതെ അതിജീവിക്കണം എന്നുണ്ടെങ്കിലോ, ഞാൻ ഈ പാരമാർത്ഥ സത്യങ്ങളെ നിരന്തരം ചിന്തിക്കാൻ ശ്രമിക്കണം. നമുക്ക് കിട്ടുന്ന സമയങ്ങളെ നമ്മളിപ്പോ എന്തെല്ലാം നമ്മൾ കർമ്മത്തിൽ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ കർമ്മത്തിൽ മാത്രമല്ല ശ്രദ്ധ. നമ്മൾ ഒന്നീ പാസ്റ്റിലോട്ടോ ഫ്യൂച്ചറിലോട്ടോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളിലോട്ടായിരിക്കും. അപ്പം ഈ രീതി പോകാതെ എനിക്ക് കിട്ടുന്ന ഏത് ചിന്തയിലും ഞാൻ ഈ ഈശ്വരന്റെ അംശമാണെന്ന് നിരന്തരം ചിന്തിക്കാൻ, അതൊരു ഒഴുക്ക് പോലാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെ അതിങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടാണോ വീഴുന്നത്, അത് കണ്ടിന്യൂസ് ഫ്ലോ ആണ് എന്ന് പറയുന്ന പോലെ നമ്മളിപ്പം നിരന്തരം ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ഈ ഈശ്വരനെ കുറിച്ച് മാത്രം, ഞാൻ ഈശ്വരനാണെന്നുള്ള ചിന്തയില്ല. ഞാൻ ഈ ശരീരമാണ്, ഇതുകൊണ്ട് എൻ്റെ ബുദ്ധിയാണ്, ഞാൻ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. നമ്മൾ പക്ഷെ പല കാര്യങ്ങളും ഇപ്പോൾ അറിയുന്നുണ്ട്, മാറി മാറി ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ തീവ്രത കൂട്ടണം. തീവ്രത എന്ന് വെച്ചാൽ എന്തുവാ? ഈ പ്രയത്നം എന്ന് പറയുന്നത് എന്താ? നിരന്തര ചിന്തനം തന്നെ. അപ്പൊ അതിന് നമ്മൾ ഓരോരുത്തരും കണ്ടിന്യൂസീവ് ആയിട്ടുള്ള ഓരോ രീതികൾ നമുക്ക് അവലംബിക്കാം, അത് തെറ്റില്ല. പക്ഷേ അതിന്റെ പുറകെയുള്ള ഭാവം ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. ഈ നിരന്തര എവിടെ ഏത് സ്ഥലത്തായാലും, ഗുരുവായൂരമ്പലത്തിൽ പോയാലും ആ ഇരിക്കുന്ന കൃഷ്ണൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യമാണ് അവിടെ റിഫ്ലക്റ്റ് ആവുന്നുള്ള ആ ഒരു ചിന്ത. അല്ലാതെ വെളിയിലിരിക്കുന്ന ഒരു ഗുരുവായൂരപ്പനല്ല എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നത്. ഈ ഒരു ഉറച്ച ധാരണയുണ്ട്. എൻ്റെ കർമ്മഫലമാണ്, എല്ലാം കാർമിക് എഫക്റ്റ് ആണ്. നമ്മൾ ധർമ്മത്തിലാണെങ്കിൽ ആ ധർമ്മം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ഈശ്വരൻ. ഇതെല്ലാം വേണമെന്നെങ്കിലോ ആത്മസംയമനം. നമ്മളിപ്പോ എന്തുവാ ആത്മസംയമനത്തിലാണോ? ഇന്ദ്രിയവും മനസ്സും, ഇന്ദ്രിയ സംയമനവും മനസ്സംയമനവും. ഇതിനെ വിവേക ചൂടാമണി ശമവും ദമവും എന്നാ പറയുന്നത്. ഈ രണ്ട് ക്വാളിറ്റിയും നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിലോ ഈ സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ ശരീരബോധത്തിൽ നിന്ന് ഞാൻ ഇത് ഈശ്വരന്റെ അംശമാണ്, ഡിവൈൻ പവറാണ് ഞാൻ. പക്ഷെ അതിനകത്ത് ഒരു മാലിന്യം ചേർന്ന് പോയി. മറ്റേത് ശുദ്ധമായ ഡിവൈനിറ്റി ആണെങ്കിൽ ഇത് അശുദ്ധമായ ഡിവൈൻ പവറാണ്. ഈ അശുദ്ധത മാറ്റണമെങ്കിലോ ഇതെന്റെ വാസനയാണ്, അത് എത്ര ശ്രേഷ്ഠമായ കൂടി അതെന്റെ വാസനയാണ്. അപ്പൊ ഈ വാസനയിൽ അറ്റാച്ച്ഡ് ആകാതെ അപ്പോഴാണ് ആത്മസംയമനം. അതാണ് ബാലൻസ്ഡ് മൈൻഡ്. എനിക്ക് ഏത് വന്നാലും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചാലും സുഖം, സാധിച്ചില്ലേലും സുഖം. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു സുഖവും ദുഃഖവും ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്യുന്നത് ഒരു മെക്കാനിസം പറഞ്ഞു തന്നിരുന്നു. ആരാണ് സുഖിക്കുന്നേ, ആരാണ് ദുഃഖിക്കുന്നേ? ഞാനെന്ന ഭാവമാണ്. ഈ ഈഗോയാണ് സുഖിക്കുന്നത്, ഞാനാണ് സുഖിക്കുന്നത്. ദുഃഖിക്കുന്ന ദുഃഖി ആരാണ്? ഈ ഈഗോയാണ്. ഈഗോയ്ക്കാണ് ഹർട്ടാവുന്നത്. ഈഗോ ആണ് ആ ക്രെഡിറ്റ് എടുക്കുന്നത്. അപ്പം അതിനെ അനുവദിക്കാതെ ഈഗോ ആണ് നമ്മൾ ഈ എമോഷണൽ ആയിട്ടിരിക്കുമ്പോഴുള്ള ആ ഈഗോ ആണ് നമ്മളെ വഴിതെറ്റിക്കളയുന്നത്. അപ്പം ഇതിനെ അടിമപ്പെടാതെ, അതേ എമോഷൻസിന്, എൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ, ഈ വികാരങ്ങളുടെ മാസ്റ്ററായിട്ട് വികാരങ്ങളെല്ലാം എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളതാ, പ്രകടിപ്പിക്കാനുള്ളതാ. എൻ്റെ സന്തോഷാവസ്ഥയും ദുഃഖാവസ്ഥയും ഇതൊക്കെ എനിക്ക് പ്രകടിപ്പിക്കാം. നമ്മൾ ഈ ദുഃഖിക്കരുത് സുഖിക്കരുതിൻ്റെ അർത്ഥം നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ, പക്ഷെ എൻ്റെ മനസ്സിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല. എല്ലാത്തിനെയും ഞാൻ ഒരേ മനസ്സിൽ, എനിക്കറിയാം ഇത് സുഖാവസ്ഥയാണെന്നും ഇത് ദുഃഖാവസ്ഥയാണെന്നും, പക്ഷെ അതിൽ എൻ്റെ മനസ്സ് ചഞ്ചലപ്പെടത്തില്ല. ഇപ്പൊ നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലവാ. അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഈ സുഖം, ഇതൊരു സുഖം കിട്ടുമ്പോൾ ഈ സുഖം വരാം, അതിൻ്റെ അടുത്ത സുഖം വേണം. നമ്മളിങ്ങനെ അത് മനസ്സിന് ഒരിടത്തൊരു ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മൾ വേറെ ശ്ലോകം വരുമ്പോൾ പറയുന്നുണ്ട്, മനസ്സും ബുദ്ധിയും ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്നിൽ തന്നെ വസിക്കും. എന്തോ ഈ മനസ്സാണ് പ്രശ്നം. ബുദ്ധിക്ക് ഒരു നിശ്ചയാത്മീയതയുണ്ട്, മനസ്സോ സംശയാത്മീകമാണ്. അതാണ് നമ്മൾ ഈ ചെറിയ കുഞ്ഞുവിരൽ കൊണ്ട് കാണിക്കുന്നത്. മനസ്സെപ്പോഴും നമ്മളിങ്ങനെ കാണിക്കും, ഞാൻ ഒന്ന് വരട്ടെ, എനിക്കൊന്ന് ആലോചിക്കട്ടെ എന്നുവെച്ചാൽ ഒരു സംശയമാണ്. മനസ്സെപ്പോഴും സംശയാത്മികമാണ്. ചിന്മുദ്രയിൽ നമ്മൾ ഇത് കാണിക്കുന്ന കുഞ്ഞുവിരല. മനസ്സിന് എപ്പോഴും ഈ വികാരത്തിന് അടിമപ്പെട്ട അങ്ങനാവോ ഇങ്ങനാവോ എല്ലാം ഡൗട്ട്ഫുള്ളാ. ഈ മനസ്സാണ് നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ മനസ്സും ഈഗോയും, ഞാനെന്ന ഭാവം, ഇത് ഞാനല്ല. ഞാനൊരു ഈശ്വരനാ. എൻ്റെ ബുദ്ധിയും കഴിവും മിടുക്കും ഒക്കെ ഈ ഈശ്വരന്റെ പ്രസൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ എനിക്കൊരു കഴിവ്, ഈ കഴിവ് എവിടെയാണ് പ്രകടമാവുന്നത്? ഈശ്വര ചൈതന്യത്തിൽ. അത് എൻ്റെ അല്ല. ഞാൻ ഈശ്വരനാണ്, ഞാനൊരു പ്രത്യേക വ്യക്തിയല്ല. ഞാൻ ഈശ്വരന്റെ ഒരു അംശമാണ് ഞാൻ. ഈ ധാരണ നമുക്കില്ല. ഇത് ഉറയ്ക്കണം. ഉറച്ചാൽ നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇപ്പോഴുള്ള മനോഭാവം മാറി മാറി വരും. അതിൻ്റെ ഇന്ദ്രിയ
സംയമനവും മനസ്സംയമനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മസംയമനം ഇല്ലാത്തതിന് സ്വസ്ഥതയില്ല, ശാന്തി കിട്ടത്തില്ല, ഈശ്വരനോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി മുമ്പേ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു വ്യക്തിയുടെ ഉള്ളൂ പ്രജ്ഞ സ്ഥിരമായിട്ട് വരുന്നത്. നമ്മുടെ പ്രജ്ഞ സ്ഥിരമാണെന്ന് വെച്ചാൽ എന്തുവാ? സമചിത്തത, ബാലൻസ്ഡ് മൈൻഡ്. നമ്മുടെ തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ അതിലെ യുക്തി ആദ്യം അവരെ ധരിപ്പിക്കേണ്ടതുണ്ട്. യുക്തികൾ വെളിപ്പെടുത്തിയ ശേഷം അവയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചുകൊള്ളും. ഈ രീതിയാണ് ഗീതാചാര്യൻ ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്ദ്രിയ നിഗ്രഹമില്ലെങ്കിൽ വരുന്ന ദോഷത്തെ മുൻ ശ്ലോകങ്ങളിൽ വ്യക്തമാക്കി. അതിന്റെ വെളിച്ചത്തിൽ കൃഷ്ണൻ സ്വാഭിപ്രായം പറയുന്നു. ആത്മനിയന്ത്രണമാണ് ജീവിതത്തെ ഉദാത്തമാക്കുന്നത്. കണ്ണീരും തേങ്ങലുകളും നിറഞ്ഞ ഒരു ജീവിതമേ വേണ്ടുവെങ്കിൽ ആത്മനിയന്ത്രണത്തിന്റെ ആവശ്യമില്ല. അതാ പറഞ്ഞേ, നമുക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങ് പോയാൽ മതിയെങ്കിൽ നമുക്ക് ഇതൊന്നും അഭ്യസിക്കേണ്ട കാര്യമില്ല. ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. വരുന്നതിനനുസരിച്ച് നമ്മുടെ വികാരങ്ങൾ നമ്മളെ കൊണ്ടുപോയിക്കോളും. ആ വികാരത്തിനനുസരിച്ച് അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നാൽ ജീവിതം കണ്ണീരും ദുരിതമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതാണ് സുഖമെങ്കിൽ അതിലേക്ക് പോവുക. എനിക്ക് സ്വസ്ഥത വേണമെന്നുണ്ടെങ്കിൽ, സ്വസ്ഥത ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയെല്ലാം മനസ്സിലാക്കി നമ്മളിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവണം. സപ്രഷനിൽ കൂടെ അല്ല, ഈ തിരിച്ചറിവിൽ കൂടെ എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കണം. ആത്മനിയന്ത്രണത്തിന് ആവശ്യമില്ല. ധന്യജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ആത്മനിയന്ത്രണം കൂടിയേ കഴിയൂ. വിഷയങ്ങളിൽ അരഞ്ഞു തീയാൻ അനുവദിക്കാതെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് സ്വാധീനത്തിൽ നിർത്താൻ കഴിയുന്നതിനത്രേ ബ്രഹ്മനിഷ്ഠൻ. ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണ ശക്തിയെ നശിപ്പിച്ച് ജീവിത സൗഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥ സ്വയം വരിക്കുക എന്നല്ല ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാല് സപ്രഷൻ അല്ല. ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണ ശക്തിയെ നശിപ്പിച്ച് ജീവിത സൗഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥ സ്വയം വരിക്കുക എന്നല്ല ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവയ്ക്ക് അടിമപ്പെടാതെ സ്വതന്ത്രനായി വർത്തിക്കാൻ കഴിയണം. നമ്മളിപ്പോ ഒരു അടിമയാ. നമ്മളിപ്പോ എന്തിന്റെ അടിമയാ? എന്റെ ഇഷ്ടത്തിന്റെ അടിമയാ അവയ്ക്ക്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന്റെ അടിമ. എനിക്ക് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, എനിക്ക് മധുരമില്ല, എനിക്ക് കയ്പായാലും എനിക്ക് മധുരം പോലെ തന്നെ. എനിക്ക് രണ്ടും ഒരേ ഓപ്ഷൻ. എനിക്ക് ഇപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മധുരമാ, എനിക്ക് കയ്പ് ഇഷ്ടമല്ല. എല്ലാത്തിലും നമ്മൾ ബയാസ്ഡ് ആണ്. നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ വ്യക്തികളിൽ നോക്ക്. ചില വ്യക്തികളെ നമുക്ക് ഇഷ്ടമാണ്, ചിലരെ എനിക്ക് ഇഷ്ടമല്ല. എല്ലാത്തിലും നമ്മുടെ ഈ പ്രയോറിറ്റി ഉണ്ട് അവിടെ. എൻ്റെ എമോഷൻസ് എല്ലാം ബേസ്ഡ് ഓൺ എൻ്റെ വിഷസ് ആണ്, എൻ്റെ ആഗ്രഹത്തിനെ ബേസ് ചെയ്തിട്ടാണ്. എൻ്റെ വിവേകമായിരിക്കണം ഇത് നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ടത്. നമ്മൾ എമോഷൻസ് ആയിരിക്കരുത് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. ഈ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എമോഷൻ ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ ദുരിതത്തിലോട്ട് പോകത്തേ ഉള്ളൂ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് വിവേകത്തിലാണെങ്കിലോ നമുക്കെല്ലാം സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും. ഇതൊരു സത്യമാണ്. ഈ എമോഷൻസിൽ വേണോ നമ്മുടെ വിവേകത്തിൽ വേണോ എന്നുവെച്ചാൽ എന്തുവാ? ഇന്റലിജൻസ് ആയിട്ട് നമ്മൾ പോണോ? ഇന്റലക്റ്റ് അല്ല, ഇന്റലിജൻസ്. വിവേകത്തിൽ കൂടെ പോയാൽ എനിക്ക് സ്വസ്ഥത, എമോഷണലായിട്ട് പോയാലോ എനിക്ക് അസ്വസ്ഥത, ജീവിതം ദുരിതമാവും. ഭോഗി ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ യോഗി അവയെ സ്വന്തം അടിമകളെ പോലെ സ്വാതന്ത്ര്യം തന്നു. നമ്മളെല്ലാം ഭോഗം ആഗ്രഹിക്കുന്ന, എനിക്ക് അനുഭവിക്കണം, ഈ അനുഭവം നല്ല അനുഭവം വേണം, ചീത്ത അനുഭവങ്ങളൊന്നും വരികയും ചെയ്യരുത്. ഭോഗം എനിക്കിങ്ങനെ വേണം, അങ്ങനെ വേണം, ഇതാണ് എൻ്റെ ഇഷ്ടം. ആ ഭോഗി എന്ന് പറഞ്ഞ അങ്ങനെയുള്ളവരെയാണ് ഭോഗി. യോഗിയോ അതിൻ്റെ മാസ്റ്ററാണ്. എനിക്ക് ഉണ്ട്, അതിന് അടിമയല്ല. മറ്റേതൊരു അടിമത്ത ഭാവമോ. അടുത്തത് 69-ാമത്തെ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനൈ. സർവജീവികൾക്കും യാതൊന്ന് രാത്രിയാണോ ആ രാത്രിയിൽ ജിതേന്ദ്രിയൻ ഉണർന്നിരിക്കുന്നു. യാതൊന്നിൽ ജീവികൾ ഉണർന്നിരിക്കുന്നുവോ ആ പകൽ തത്വദർശിയായ മുനിക്ക് രാത്രി എത്ര. ജിതേന്ദ്രിയൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, ഇന്ദ്രിയങ്ങളുടെ മാസ്റ്റർ. അതാ സർവജീവികൾക്കും യാതൊന്ന് രാത്രിയാണോ ആ രാത്രിയിൽ ജിതേന്ദ്രിയൻ തന്നെയാണ് അവസാനം പറഞ്ഞ മുനി. ജിതേന്ദ്രിയൻ ഉണർന്നിരിക്കുന്നു. ഏതൊന്നിൽ ജീവികൾ ഉണർന്നിരിക്കുന്നുവോ ആ പകൽ തത്വദർശിയായ ജിതേന്ദ്രിയന് ആയ മുനിക്ക് രാത്രിയത്തെ. എന്നുവെച്ചാല് ഈ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാളും
കിട്ടാത്ത ഒരാൾ. ഇപ്പൊ ഞാൻ ഈ വ്യാവഹാരിക ജീവിതത്തിൽ താല്പര്യനായിട്ടുള്ള ഒരാൾ വെച്ചാൽ ഈ ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന ഒരു വ്യക്തിക്ക് ഈ ആത്മീയതയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, നമ്മൾ അറിയാമല്ലോ, നമ്മൾ ചിലരോട് നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഉറക്കം വരും. അവരങ്ങ് ഉറങ്ങിപ്പോയി ഇതെല്ലാം കേട്ട്. കാരണം അതിനൊന്നും താല്പര്യമേ ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഈ യോഗികൾ, ഈ താത്വികമായി ജീവിതത്തെ മനസ്സിലാക്കിയവർ, ഈ പരമാത്മ ചൈതന്യത്തിന്റെ വിശേഷത്തെ, കാരണം അതാണ് അതിവിശിഷ്ടമായ ഒരു അവസ്ഥ, അതിനെ മനസ്സിലാക്കിയവർക്ക് ഈ ലോകത്തിൽ നടക്കുന്ന ഭോഗ വിഷയങ്ങൾ, ഈ അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ വേണ്ടി അതിനോട് താല്പര്യമില്ല. എന്നുവെച്ചാൽ ആഗ്രഹങ്ങൾക്ക് അടിമയല്ല അവര്. അവരുടെ പ്രാരബ്ധം അനുസരിച്ച് വരുന്നു. പക്ഷെ അതിൽ അവർ നെകളിക്കാറോ സന്തോഷിക്കാറോ സുഖിക്കാറോ ഇല്ല. എന്നുവെച്ചാല് അവര് എപ്പോഴും ബാലൻസ്ഡ് മൈൻഡിലായിരിക്കും. അപ്പം ഈ ഒരു അവസ്ഥ, അങ്ങനെയുള്ള ഒരു യോഗി ഈ സാധാരണ അനുഭവങ്ങളിൽ അവർക്ക് താല്പര്യമില്ല. അതേ സമയത്ത് ഒരു ഭോഗിയോ ഈ ആത്മീയ കാര്യങ്ങളിലോ ആത്മീയ കാര്യങ്ങൾ അവർക്ക് താല്പര്യമില്ല. ആ ഒരു അവസ്ഥ. ഒരാൾക്ക് നമുക്ക് താല്പര്യമുള്ളതിനെ രാത്രി എന്ന് പറയുന്നു. എന്നുവെച്ചാല് ഒരു ഭോഗിക്ക് എൻ്റെ വിഷയങ്ങളിലോട്ട് ഈ ഭോഗി ഉണർന്നിരിക്കുന്നു. ആ വിഷയങ്ങളിൽ യോഗി ഉറങ്ങുന്നു, കണ്ണടച്ചിരിക്കോ, ഉറങ്ങുമോ, അവർക്ക് താല്പര്യമില്ല. ഭോഗിക്കോ അതിൽ ഉണർന്നിരിക്കുക, അത് പകലാണ് അവരുടെ. യോഗിക്ക് അത് രാത്രി പോലെ. യോഗിയുടെ പകലോ അവർ ആത്മീയ ചിന്തയിൽ, ആത്മീയമായി മനസ്സുയർന്ന ലെവലിലാണ്. അവിടെ ഈ ഭോഗിക്ക് എങ്ങനെ ഇരിക്കും? ഭോഗി അതിനകത്ത് ഉറങ്ങിയിരിക്കും, അതിൽ താല്പര്യമില്ല. യോഗി അവിടെ ഉണർന്നു നിൽക്കുമ്പോൾ ഭോഗി അവിടെ ഉറങ്ങും. രണ്ട് കമ്പാരിസൺ പറയുക. ഈ മനോഭാവത്തിലോട്ട് വന്ന ഒരാളും, അപ്പൊ നമ്മുടെ സാധാരണ ജീവിതത്തിൽ അറിയാമല്ലോ, നമ്മൾ ചിലരോട് നമ്മൾ ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരങ്ങ് ഉറങ്ങിപ്പോകും. അവരുടെ കുഴപ്പമില്ല, കാരണം താല്പര്യമില്ല, ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല. ഒന്നും പറയുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. കുറെ കഴിയുമ്പോൾ അങ്ങനെ തലയടുത്ത് അവരങ്ങ് ഉറങ്ങും. കാരണം ഒന്നും അറിയുന്നില്ല, എല്ലാം ആവരണം ചെയ്യപ്പെട്ടിരിക്കുക, നമ്മുടെ വാസനകൾ കട്ടിയായിട്ട് മൂടപ്പെട്ടിരിക്കുക. നമുക്ക് യാഥാർത്ഥ്യമാണിത്. അതേസമയത്ത് ഇതിലോട്ട് താല്പര്യം വന്നു കഴിഞ്ഞാലോ നമ്മുടെ സ്വസ്ഥത, നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥത കൂടി വരുന്ന നമ്മുടെ അനുഭവപ്പെടുന്നത്. ഇതിനെ നമ്മുടെ വിവേകം, മനുഷ്യനായിട്ടുള്ളവർക്ക് ഇത് ചെയ്യാനൊക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാം കണ്ണടച്ച് കളയുക. അതുകൊണ്ടാണ് പലർക്കും ഇത് പഠിക്കാൻ താല്പര്യമില്ല. അവർ ഈ ആത്മീയതയെന്ന് പറഞ്ഞിട്ട് പലതിൻ്റെയും പുറയിൽ പോവുകയാണ്. അപ്പം നമ്മൾ ആത്മീയതയെ തെറ്റിദ്ധരിച്ച് നടക്കുന്നു. കാര്യങ്ങളെ ശരിക്കും ഗ്രഹിച്ചാലോ ഇതെല്ലാം നമുക്ക് സംഭവ്യമായി. ഈ യോഗി എന്നൊക്കെ പറയുന്നത്, മുനി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥയാ. അല്ലാതെ ഏതോ മുനിവര്യന്മാരെന്ന് പറയണ്ട. ഇതുപോലെ എല്ലാവർക്കും ഇത് പ്രാക്ടീസുടെ പരിശീലനത്തിൽ കൂടെ ഇത് സാധ്യമാവുന്ന വിഷയമാണ്. ഏതോ ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ചില അനുഭവങ്ങൾ എഴുതി വെച്ചേക്കല്ല ഇത്. ഈ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാ. അത് നമ്മൾ അറിയുന്നില്ല, ആ ദിശയിൽ നമ്മൾ പ്രവർത്തിക്കുന്നില്ല, പ്രയത്നിക്കുന്നില്ല. അജ്ഞനായ ഭോഗിയുടെയും വിജ്ഞനായ യോഗിയുടെയും അനുഭവങ്ങൾ രണ്ടു തരത്തിലാണെന്ന് കാണിക്കുന്നു. ശാസ്ത്ര തത്വങ്ങളെ കാവ്യശൈലിയിൽ പ്രതിപാദിക്കുക എന്ന ഭാരതീയ ദാർശനികന്മാരുടെ സവിശേഷതയ്ക്ക് ഉദാഹരണമാണ് ഈ സുന്ദര ശ്ലോകം. മാംസചക്ഷുസ് കൊണ്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചയല്ല, ജ്ഞാനചക്ഷുസ് കൊണ്ട് നോക്കിയാൽ കാണുക. മനസ്സെന്ന മാധ്യമത്തിൽ കൂടിയാണ് ജീവൻ ലോകത്തെ നോക്കുന്നത്. അപ്പോൾ ലോകത്തെ അതിൻ്റെ തനി രൂപത്തിൽ കാണാനാവില്ല. മനസ്സിന്റെ നിറം, ഗുണം ലോകത്തിൽ നിഴലിച്ചു കാണാതെ വയ്യ. നീലക്കണ്ണട ധരിച്ചവൻ ദൃശ്യങ്ങളെ കാണുക നീല നിറത്തിലായിരിക്കും. കണ്ണടയുടെ നിറമേതോ അത് തന്നെ ദൃശ്യങ്ങളുടെ നിറമെന്ന് തോന്നും. ഇന്ദ്രിയ മനോബുദ്ധികളാവുന്ന ഉപാധികളെ അതിക്രമിച്ച് ശുദ്ധബോധത്തിലേക്ക് ഉണർന്ന തത്വദർശി ലോകത്തെ ബ്രഹ്മമയമായി കാണുന്നു. നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ ഓരോരുത്തരെ, ചിലർ നല്ലവരാണ്, ചിലർ മോശപ്പെട്ട ആൾക്കാരാണ്, ചിലർ ചീത്തയവരാണ്, ചിലർ നല്ലവരാണ്. ഈ നല്ലതെന്ന് കാണുന്നത് എന്തുകൊണ്ടാ? ചിലരെ നമ്മൾ നല്ലവരാണെന്ന് പറയുന്നു, ചിലരെ നമ്മൾ ചീത്ത ആൾക്കാരാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാ? എന്നിലുള്ള നല്ലതിനെ ഞാൻ വേറൊരാളിൽ കാണുമ്പോൾ അവർ നല്ലതാണ്. എന്നിലുള്ള ചീത്ത ഇതിനെ ഞാൻ വേറൊരാളിൽ കാണുമ്പോൾ അവർ ചീത്തയാണ്. നമ്മളിലുള്ള ഗുണങ്ങളെ നമ്മൾ വെളിയിൽ ആരോപിക്കുക. നമ്മൾ ഈ ബാലൻസ്ഡ് മൈൻഡ് ആയി കഴിഞ്ഞാലോ എല്ലാം നമ്മൾ ബ്രഹ്മമയമായി കാണും. എല്ലാം ഈശ്വരന്റെ അംശങ്ങളാണ്. എല്ലാവരിലും കാണുന്നത്, എല്ലാവരിലും ഇരിക്കുന്ന ഈശ്വരന്റെ അംശമാണ്. വാസനയിലാണ് വ്യത്യാസം. അത് അവരുടെ കുഴപ്പമാണോ? ഈ ജന്മത്തിലുള്ള കുഴപ്പം ഞാൻ ജന്മങ്ങളായി ആർജിച്ചു വന്നതാ. ഇപ്പൊ മനുഷ്യരുടെ കുഴപ്പമാണോ അവരുടെ വാസന?
നമ്മൾ ആ വാസനയിൽ ജനിച്ചിരിക്കുക. ഞാൻ അതിന് അപ്പം ഇതിനെ ഞാൻ മാറി ചിന്തിക്കണം. ഈ വാസനകളെ അടുക്കളയെ എനിക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ ഞാൻ എൻ്റെ ഗുണമാണ് ഞാൻ ഈ ലോകത്തിനെ കാണുന്നത്. എൻ്റെ മനസ്സിന്റെ ഇത് ഗുണം മാറിയാലോ, ഞാൻ സാമ്യാവസ്ഥയിൽ വന്നാലോ, സമചിത്തമായി വന്നാലോ, ഈ ലോകത്തിനെ ഈശ്വരനായി കാണാൻ പഠിക്കും. ഇപ്പോഴോ നല്ലതും ചീത്തയും നിറഞ്ഞതാണ് ഈ ലോകം. നമ്മുടെ അഭിപ്രായം അങ്ങനല്ലേ? കാരണം എന്താ? നമ്മൾ നല്ലതും ചീത്തയും നിറഞ്ഞ, ഓരോരുത്തരും നല്ലതും ചീത്തയും. ഇവിടെ ഒരു മനുഷ്യനും അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം കിട്ടിയവരായിരിക്കണം. അല്ലാത്തവരെല്ലാം ഈ നന്മയും തിന്മയും ഉള്ളവരാണ് എല്ലാവരും. അതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടെന്ന് മാത്രം. തിന്മയില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല ഇവിടെ, നന്മയില്ലാത്ത മനുഷ്യരും ഇല്ലാതെ. എല്ലാവരിലും നന്മയുണ്ട്, എല്ലാവരിലും തിന്മയും ഉണ്ട്. പക്ഷെ നമ്മളെ ഇതിനെയെല്ലാം അതിജീവിക്കാൻ, പുണ്യപാപങ്ങളെയും നന്മതിന്മകളെയും നമ്മൾ മാറുന്നുണ്ടെങ്കിലോ, ഞാൻ ഈശ്വരനാണെന്ന ചിന്തയും, അപ്പോഴാണ് എൻ്റെ വാസനയിൽ നിന്ന് മാറുന്നത്. ഈ വാസന കാരണമാണ് നന്മയും തിന്മയും ഒക്കെ നമ്മൾ പറയുന്നത്. ഈ വാസന നീങ്ങിക്കഴിഞ്ഞാലോ എല്ലാം ബ്രഹ്മമയം. ആ രീതിയിൽ കാണാൻ ശ്രമിക്കുന്നു. കാണും, നമുക്ക് ശ്രമിക്കുമല്ല, അങ്ങനെ ആയിത്തീരും. അതാ ബ്രഹ്മനിഷ്ഠൻ ബ്രഹ്മമയമായിട്ടേ എല്ലാം കാണത്തുള്ളൂ. ശരീര മനോബുദ്ധികളാകുന്ന ഉപാധികളിൽ അഭിമാനിച്ചു കഴിയുന്ന ജീവൻ വിഷയ വികാര വിചാര. വിഷയം ശരീരത്തിനാണ്, വികാരം മനസ്സിനാണ്, വിചാരം ബുദ്ധിയുടേതാണ്. വിഷയ വികാര വിചാര രൂപത്തിൽ ലോകത്തെ കണ്ട് ഭ്രമിക്കുന്നു. ഉപാധികൾ വിടുമ്പോൾ അത് തന്നെ ബ്രഹ്മമായി അനുഭവപ്പെടുകയും ചെയ്യും. ചുരുക്കത്തിൽ യോഗിയുടെ പകൽ ബ്രഹ്മാനുഭൂതി. അത് ഭോഗികൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. അവർക്കത് രാത്രി പോലെ ഇരുൾ അടഞ്ഞിരിക്കുന്നു. ഭോഗികളുടെ പകൽ വിഷയസേവ. അതിൻ്റെ നേരെ യോഗി കണ്ണടച്ചു കളയുന്നു. സംയമിക്ക് പരമാത്മാവിലും സംസാരിക്ക് വിഷയങ്ങളിലുമാണ് ദൃഷ്ടി. നമ്മുടെ നോട്ടം എങ്ങോട്ടിരിക്കുന്നു? വിഷയങ്ങൾ എവിടൊക്കെ ഉണ്ട്, വിഷയങ്ങളും തെരഞ്ഞു നമ്മളിങ്ങനെ പരതി പൊയ്ക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ഈ ലോകത്തിലോ നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വിഷയങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിങ്ങനെ വിഷയങ്ങളെ, ഇല്ലാത്ത വിഷയങ്ങൾ അവിടെ വെളിയിൽ ഉണ്ടാക്കുന്നു, അതിനെ തേടി നമ്മൾ അലയുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംയമിക്ക് പരമാത്മാവിലും സംസാരിക്കുന്ന വിഷയങ്ങളിലുമാണ് സൃഷ്ടി. അയാളുടെ പകൽ മറ്റൊരാൾക്ക് രാത്രി. കാമരഹിതനായ ജ്ഞാനിക്ക് മാത്രമേ സംസാരത്തിൽ നിന്നും മുക്തനാവാൻ കഴിയൂ. കാമിക്കാവില്ല എന്ന ദൃഷ്ടാന്ത സഹിതം പ്രഖ്യാപിക്കുന്നു. നമ്മൾ ഇനി 2-3 സ്ഥലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ, ഈ സാങ്ക്യ യോഗം തീരാണ്. ഈ 72, നമ്മളിപ്പം 69 നിൽക്കുന്നത്. 70, 71, 72 സാങ്ക്യ യോഗം കഴിയും. സാങ്ക്യയോഗം കഴിയുമ്പോൾ ഈ സംക്ഷിപ്ത രൂപമാണ്, ഗീതയുടെ ഒരു സംക്ഷിപ്ത ചാപ്റ്ററാണ്. ഈ സാങ്ക്യയോഗം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലായിട്ട് ഇതിൽ കൂടെ ഇതിനെയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് ഓരോന്നിൽ കൂടെ. കർമ്മയോഗവും പറഞ്ഞു കഴിഞ്ഞു, എല്ലാത്തിൻ്റെയും ബ്രീഫായിട്ട് പറഞ്ഞു. ഇതിനെ ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് അടുത്ത ഇതിൽ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞത് ഇതിനെ ഉൾക്കൊണ്ടാൽ ഇത് തന്നെ മതി. നമ്മൾ കൂടുതൽ അറിവിന് ഗീത തീർച്ചയായിട്ടും പഠിക്കണം. ഇതിൻ്റെ ഒരു ബ്രീഫാണ് നമ്മൾ ഉൾക്കൊണ്ടത്. അതിനെ എലാബറേറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഇത് ഗ്രഹിച്ചാൽ വേറെ നമ്മൾ ഇതിനെ പല ഇതൊന്നും കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഗ്രഹിച്ചതിനെ നിരന്തരം ചെയ്ത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ശ്രമം. നമ്മൾക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ഈസിയാണ്, വായിച്ചുകൊണ്ടിരിക്കാൻ ഈസിയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഈ കേൾക്കുന്നതും വായിക്കുന്നതും ഗ്രഹിക്കാൻ പഠിക്കണം. ഗ്രഹിച്ചു കഴിയുമ്പോൾ എന്നിൽ ആ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ പഴയ വ്യക്തിയായിരിക്കത്തില്ല. നമുക്ക് തന്നെ അത് മനസ്സിലാവും. നമുക്ക് ആ ഒരു സമാധാനവും സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഭവപ്പെട്ടു തുടങ്ങും. നമുക്കിപ്പോൾ സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തതിൻ്റെ കാരണം നമ്മുടെ തന്നെ കർമ്മമാണ്, നമ്മുടെ തന്നെ മനോഭാവമാണ്. നമ്മൾ ഓരോ വിഷയങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് മാറ്റർ അവിടെ. നമുക്ക് അത് പെട്ടെന്ന് സാധിക്കത്തില്ല. കാരണം എന്താ? നമ്മൾ ശീലിച്ചു പോയി. പലതിലോട്ടും ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ കാര്യങ്ങളെ ഗ്രഹിച്ചു കഴിയുമ്പോൾ ആ മാറ്റങ്ങൾ സംഭവിക്കും. ഗ്രഹിക്കാത്തിടത്തോളം കാലം ആ മാറ്റം സംഭവിക്കത്തില്ല. ഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. ഈ അർത്ഥങ്ങളെല്ലാം കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഇതെന്താണ് പറഞ്ഞേക്കുന്നത്? ഉൾക്കൊണ്ടാൽ മാറ്റം അത് ഒരു സത്യമാണ്. നമ്മുടെ അനുഭവത്തിൽ നമുക്ക് അനുഭവിക്കാം. ആ മാറ്റത്തിൻ്റെ ഈ പോസിറ്റിവിറ്റി നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. എത്രത്തോളം പരിശീലിച്ചിരുന്നു നമുക്ക് അവസാനം ആ റിസൾട്ടും. പക്ഷേ അതിൻ്റെ എത്രത്തോളം അഭ്യസിച്ചോ പരിശീലിച്ചോ അത് നമ്മളിൽ നിന്ന് കൈവിട്ട് പോകത്തില്ല. അത് എല്ലാവർക്കും അതൊരു സത്യമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.
ഇപ്പൊ ഇത് ഞാൻ അമ്പലത്തിൽ പോകുന്ന കാര്യം പറയുവാണെങ്കിലേ ഇഷ്ടങ്ങളുടെ പുറകെ ഇപ്പൊ അമ്പലത്തിൽ പോകുന്ന ഇഷ്ടമാണെന്ന് പറയുമ്പം അങ്ങനെ പോകുന്നത് ഒരു അധർമ്മമാണോ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ പോകുന്നത് ഇഷ്ടാനിഷ്ടങ്ങളും അത് പറഞ്ഞില്ലയോ? എൻ്റെ ഒരു ശീലവാ. എൻ്റെ ഈ ഇഷ്ടം ഒരു ശീലവാ. നമ്മുടെ ഉം അത് മാറ്റിയെടുക്കണം. ഈ ഇഷ്ടത്തിൽ കൂടാണ് ഞാനൊരു ശീലമാവുന്നത് ഇല്ലേ? ഉം എനിക്ക് ശീലമില്ലാത്തത് ഒക്കെ എനിക്ക് അനിഷ്ടമാ. ഇനി ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ അത് ശീലിക്കാറില്ല. അപ്പോ ഈ ഉം അമ്പലത്തിന്റെ മുമ്പിൽ പോയി കിട്ടുന്ന ഒരു സമാധാനം വേറെ സമയത്ത് എനിക്ക് കിട്ടുന്നില്ലെന്നർത്ഥം. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ആ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണല്ലോ സന്തോഷം അവിടെ കിട്ടും. പോകുന്നത്. സന്തോഷം. സ്വാർത്ഥതയ്ക്കല്ലെന്ന് വെച്ചു, ഒരു സ്വസ്ഥതയ്ക്ക്. ആ സ്വസ്ഥത എന്തുകൊണ്ട് വേറെ സമയത്ത് കിട്ടുന്നില്ല? അപ്പൊ എന്തുകൊണ്ട് കിട്ടുന്നില്ല വെച്ചാൽ ആ നിരന്തര ചിന്തനം അവിടെ ഇല്ല. അമ്പലത്തിൽ നിൽക്കുമ്പോഴേ വേറൊന്നും ചിന്തിക്കത്തില്ല, അതിലോട്ടാ നമ്മുടെ മനസ്സും മൊത്തം കാര്യങ്ങളും അതിലോട്ട് അങ്ങ് ആയിപ്പോവും. ശരി, അതുകൊണ്ടാ അങ്ങനെ തോന്നുന്നത്. അമ്പലത്തിൽ അല്ലാത്ത സമയം, വീട്ടിലേക്ക് സമയം എന്തുമായിരിക്കും ചിന്ത? അന്നേരം നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് ചിന്ത വരും. അപ്പോഴും ആ മറ്റേ ചിന്തയിൽ അമ്പലത്തിൽ തന്നെ നിൽക്കുന്ന നിൽക്കണം. നമ്മുടെ വീട്ടിലെ അതുകൊണ്ടാണ് പ്രശ്നം നമുക്ക് വെച്ചാൽ സന്തോഷം കിട്ടാത്തത്. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആ സമയത്തെല്ലാം വീട്ടിൽ പ്രശ്നങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുവാന്നോ? നടന്നു കഴിഞ്ഞു പോയ ഉണ്ട് പ്രശ്നങ്ങളെ കുറിച്ച്. പ്രശ്നങ്ങളല്ല. ആ എന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്പോഴേ മറ്റേ ആകുമ്പോ നമ്മൾ അതൊന്നും ഓർക്കത്തില്ല. അമ്പലത്തിലെ കാര്യം മാത്രം അങ്ങോട്ട് ആയിരിക്കും നമ്മളെ മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മറ്റേ ശരിയാ. അങ്ങനെയല്ലല്ലോ ഇതെല്ലാം. അങ്ങനെ പോയാൽ ജീവിതകാലം മുഴുക്കെ പോയി ആ, നമുക്ക് ജീവിതം ഫുള്ള് അമ്പലത്തിൽ കഴിയാൻ പറ്റുമോ? അങ്ങനെ ഒക്കത്തില്ല, അങ്ങനെ ആ, ഒക്കത്തില്ല. അപ്പൊ പിന്നെ അത് നീ വീട്ടിൽ ഗുരുവായൂരെ വീട്ടിൽ കാര്യം വന്നു കഴിഞ്ഞാൽ പറഞ്ഞു. സ്വസ്ഥത ഇല്ലെങ്കിൽ പിന്നെ എന്തുവാ? അമ്പലത്തിൽ പോയിട്ട് എന്തുവാ കാര്യം? ആ അപ്പൊ ഞാൻ പരിശീലിക്കണ്ടേ? അപ്പൊ ആ, അമ്പലത്തിൽ അതെ പോകുന്നതാണെങ്കിൽ വൈകിട്ട് എല്ലാ സമയവും എനിക്ക് അമ്പലത്തിൽ നിന്നാൽ സ്വസ്ഥ കിട്ടുമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയി കഴിയാൻ പറ്റുമോ? അവിടെ അപ്പൊ പ്രശ്നം തുടങ്ങും അവിടെ. അപ്പൊ അതുമല്ല അല്ല, പ്രശ്നം. അമ്പലത്തിൽ അമ്പലത്തിൽ പോയി ഇരിക്കുന്ന പോലത്തെ സ്വസ്ഥത എപ്പോഴും വീട്ടിൽ ഇരുന്നാലും കിട്ടണം. ആ ഒരു കിട്ടണം. സ്റ്റേജിൽ എത്തണം. ആ, അതെങ്ങനെ കിട്ടും? അതാണ് നിരന്തരം അവിടെ ഇരിക്കുന്നത് പോലെ ആ ചിന്തകൾ ഇവിടെ വരുമ്പോഴും ആ ചിന്ത ഞാനും തന്നെ പാടുള്ളൂ. ഇത് എന്റെ ഒരു അനുഭവം. ഞാനും ഇതുപോലെ പൊയ്ക്കൊണ്ടിരുന്നതാ. എല്ലാ ശനിയാഴ്ച പോയി നീരാഞ്ജനം ചെയ്യും. ഒരു ദിവസം നീരാഞ്ജനെങ്കിൽ ഒരു മനസ്സിന് അസ്വസ്ഥതയാ. അതൊരു അങ്ങനെ ശീലമായിരുന്നു. എവിടെ പോയാലും അമ്പലത്തിൽ പോയി തൊഴുക. എല്ലാം ഇപ്പൊ നമ്മൾ ഓരോന്നും ഈ കാര്യങ്ങൾ ഉറക്കും തോറും അതില് ആ ഇങ്ങനെ ശീലം ഞാൻ ബലാത്കാരമായിട്ട് നിർത്തിയതല്ലത്. അത് അതിനെനിക്കൊരു അങ്ങനൊന്നും വിചാരിക്കുന്നില്ല. ഒരു ആരെങ്കിലും മനസ്സിന് ഒരു പോകാൻ അസ്വസ്ഥയും വിളിക്കുമ്പം ഒരു ഭയം കൂടെ പോകും. ഉണ്ടാവുന്നില്ല. ഇല്ലില്ല, ഭയമൊന്നും ഉണ്ടായിട്ടല്ല പോന്നെ. അല്ല, നമുക്ക് ഭയം ഉണ്ടായിട്ടല്ല. പോയില്ലെങ്കിൽ പോകാതിരിക്കുമ്പോ ഒരു അസ്വസ്ഥതയില്ലേ? ഇല്ലില്ല, പോകാതിരിക്കുമ്പോ അസ്വസ്ഥത ഉണ്ടാണ്ടല്ല പോകുന്നത്. അല്ല, അതുകൊണ്ടല്ല പോകുന്നത്. പിന്നെന്തിനാ പോയെ? പോകാൻ ആരെങ്കിലും ഇവിടെ തൃശ്ശൂർ ആയതുകൊണ്ട് ആ അമ്പലത്തിൽ പോകാൻ, ഗുരുവായൂർ പോകാൻ ആരെങ്കിലും ദൂരെ നിന്ന് വരുന്നവർ വിളിക്കുമ്പോൾ ഞാൻ കൂടെ പോകും. അതെ, പോകാനുള്ള അങ്ങനെ കാരണം ഉള്ളൂ. എന്താ? പോകാനുള്ള കാരണം എന്താ? ഇഷ്ടം, അതാ പറഞ്ഞത്, അത് ഇഷ്ടമാണ്. അവിടെ അതൊരു ഇഷ്ടമാണ്. ആ അമ്പലത്തിൽ പോകുന്ന ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. എനിക്ക് അതാ അറിഞ്ഞൂടാ, പറഞ്ഞേ. ഒരു അട്രാക്ഷൻ തോന്നും അങ്ങനെ. സിനിമയ്ക്ക് അല്ലാതെ വിളിച്ചാ ഇവിടെ പോകുന്നുണ്ടോ നീ? ഇരുന്നാല് സിനിമയ്ക്ക് വിളിച്ചാ എന്തോ പോകുന്നുണ്ടോ? അതും പോവും. ഏ അതിനും പോവും. ആരെങ്കിലും ഫ്രണ്ട്സ് വിളിച്ചാ പോവും. ഓ, പിന്നെ ഇഷ്ടമില്ലാത്തൊരു ഓ കാര്യം പറ. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അതെ. അതിന് വിളിച്ചാ പോവോ?